ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മാർക്കോ. അങ്ങനെ ആ ദിവസം വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സിനിമ, ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള മലയാള സിനിമ. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഒരുപാട് വേറെ ഇതിൽ, അതായത് ഹിന്ദിയൊക്കെ പുള്ളി തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്, ഐ വുഡ് സേ മാർക്കോ ഇസ് എ ഉണ്ണി മുകുന്ദൻ്റെ പടം. ആകെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട രണ്ടാൾക്കാരാണ്. ഒന്ന് ഉണ്ണി മുകുന്ദനും, രണ്ട് ഈ പറയുന്ന എന്തോന്ന് പ്രൊഡ്യൂസർ, അത് ഉണ്ണിമുകുന്ദനുണ്ട്, ഷരീഫ് മുഹമ്മദിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്, ബിക്കോസ് ദ ഗട്ട്സ് ഹി ഹാസ് ഷോൺ ടു മേക്ക് ദിസ് മൂവി. മാൻ, ഹാറ്റ്സ് ഓഫ് ടു യു. ഒരു പ്രൊഡ്യൂസറും ഇങ്ങനെ ഒരു ബ്രൂട്ടൽ സാധനം എടുക്കാൻ മലയാളത്തിൽ ഇറങ്ങൂലടേ. അത് മാത്രമല്ല, അത് നല്ല ടോപ്പ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണ് സിനിമ വന്നിരിക്കുന്നത്. അതായത് ഒരു പോയിന്റിൽ പോലും യാതൊരു രീതിയിലുമുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഹി വാസ് ലൈക്ക്, ഓക്കെ അത് വേണോ, ഓക്കെ അത് ചെയ്തോ, ഇത് വേണോ അതെടുത്തോ, ഒന്നും പറയാല്ല. വി നീഡ് പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് യു. പിന്നെ ഉണ്ണി മുകുന്ദൻ, എൻ്റെ പൊന്നു ബ്രോ, ദ എഫേർട്ട് യു ഹാവ് ടേക്കൺ ഇൻ ദിസ് മൂവി, ഓഫ്, ഹാറ്റ്സ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂജ് റെസ്പെക്ട്. ഈ ഫൈറ്റ് സീക്വൻസസിൽ ഐ ഹാവ് എ ഫീലിംഗ് ദറ്റ്, എനിക്ക് തോന്നിയത് ബ്രോ തന്നെയാണ് ഇത് മൊത്തം ചെയ്തതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അണ്ണനെ നമിക്കണം. എന്തൊരു ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസസും വളരെ നമ്മൾ കണ്ണ് മാറ്റുന്ന രീതിയിലുള്ള ടോർച്ചർ സീക്വൻസസ് ഒക്കെ ഉള്ള ഒരു വളരെ ബ്രൂട്ടൽ ആൻഡ് വയലൻ്റ് ആയിട്ടുള്ള ഒരു മലയാള സിനിമ. അവർ എന്താണ് മാർക്കറ്റിങ്ങിൽ പറഞ്ഞത് അത് കറക്റ്റാണ് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ. ആൻഡ് ആക്ഷൻ സീൻസ് എടുത്തു വെച്ചിട്ടുണ്ടടാ ഈ പടത്തിൽ. കഴിഞ്ഞിട്ട് മറ്റേ നരൂത്തോയിലെ സബൂസ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട് നരൂത്തോയില്. അയാളെ കൈ പോയിട്ട് അയാൾ മറ്റേ നൈഫില്ലേ അത് വെച്ചിട്ട് വെച്ച് എല്ലാം തന്നെ കുത്തിക്കൊള്ളുന്ന ഒരു സാധനമുണ്ട്. നരൂത്തോ കണ്ടവർക്ക് അറിയാം. ആ സാധനത്തിന് ഇതിലെടുത്തിട്ട് ഉണ്ണിമൂന്നിനെ കൊണ്ടൊരു പരിപാടി ചോദിച്ചിട്ടുണ്ട്. മോനെ, ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ, ഈ കഴിഞ്ഞ ദിവസം ഒരു 1500 കോടി അടിച്ച സിനിമയുടെ ആൾക്കടുത്ത് പറയാനുള്ളത്, ഇങ്ങനെ വേണം കൈ കെട്ടിയിട്ടിട്ട് അടിക്കേണ്ട സീക്വൻസ് എടുക്കേണ്ടത് കേട്ടോ, അല്ലാതെ പറന്ന് കടിക്കണമല്ല. അതുകൊണ്ടാണ് എനിക്ക് ആ പടം അയ്യേ എന്ന് ഞാൻ പറഞ്ഞത്. അതല്ലാതെ അതിൽ ലോജിക്കില്ലായ്മ ഉള്ളതുകൊണ്ടോ അതൊന്നുമല്ല. അതൊരു വളരെ മോശമായിട്ടുള്ളൊരു ഫൈറ്റ് കോറിയോഗ്രാഫി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് എടുത്തു വെച്ചേക്കണം, നോക്കണം. എൻ്റെ പൊന്നു മോനെ, ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ യജാതി ഫൈറ്റ്. ഇതിലൊരു വൺ ഷോട്ട് പോലെ ഫീൽ ചെയ്യുന്നൊരു സാധനമുണ്ട്, ഒരു സ്റ്റെയർ കേസിൽ ആടി. മാൻ, പൊളി സാധനം. അതൊരു മരണ സാധനം. പിന്നെ ജഗദീഷ് ചേട്ടൻ പൊളി. വില്ലന്മാർ നമുക്ക് മറ്റേ അവനെ കൊല്ലട എന്ന് ഇവിടെ തിയേറ്ററിലൊക്കെ ക്ലാപ്പടിയായിരുന്നു ഒരു ക്ലൈമാക്സ് ഒക്കെ. വേറെ ഇവിടെ ഫൈറ്റ് രക്ഷയില്ലടേ. സിനിമ എടുത്തേക്കണ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംസും കളർ ഗ്രേഡിങ്, ഭയങ്കര ഡാർക്ക് ഗ്രിഡി. ആ ഒരു ഗോൾഡ് സിൻഡിക്കേറ്റിൻ്റെ ഒരു പരിപാടിയാണ്. ആ ഒരു സാധനമൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ പറയാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു എന്താ പറയുക, ഒരു പേസിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് എത്തുന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ആ ഇൻ്റർവെല്ലിൻ്റെ പരിപാടി തൊട്ട് പിന്നെ അങ്ങോട്ട് പടം അങ്ങ് കയറും. എൻ്റെ അമ്മ സെക്കൻഡ് ഹാഫിലൊരു ഗംഭീര തగ్గടി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ഞാൻ പറയാം, ഇത് സ്ട്രിക്ട്ലി അഡൽട്സ് ഉള്ളിയാണ്. കൊച്ചു പിള്ളേരൊക്കെ കൊണ്ടുപോണ പാരൻസിനെ തിയേറ്ററിൽ ലാത്തി ചാർജ് ചെയ്യണം. അത് അങ്ങനത്തെ കൊടും ക്രൂരതയൊന്നും ചെയ്യരുത്. വളരെ 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 ബ്രൂട്ടൽ സാധനങ്ങളുണ്ട്, ടോർച്ചറിങ്ങൊക്കെ ഉണ്ട്. പ്ലീസ് പാരൻസ്, ബി റെസ്പോൺസിബിൾ, ഡോണ്ട് ബി ഇഡിയറ്റ്സ്. കൊച്ചു പിള്ളേരെയൊന്നും കൊണ്ട് ഈ പടം കാണിക്കാൻ പോലും തിയേറ്ററിൽ മസ്റ്റായിട്ടും പിള്ളേരെ കൊണ്ടുവരണ ഫാമിലീസിനെ തടഞ്ഞു നിർത്തി വീട്ടിൽ പറഞ്ഞ് വിടണം, ടിക്കറ്റും റീഫണ്ട് ചെയ്തിട്ട്. എനിക്ക് അതാണ് പറയാനുള്ളത്. വളരെ ബ്രൂട്ടൽ പടമാണ്, സ്ട്രിക്ട്ലി അഡൽസ് ഒള്ളിയാണ്. സോ പ്ലീസ് ബെയർ ദാറ്റ് ഇൻ മൈൻഡ്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആക്ഷൻ ആരാണ് ചെയ്തതെന്നാണ് ഞാൻ നോക്കിയത്. കലൈ കിങ്സ്റ്റൺ മച്ചാ, എന്നാ പടം എടുത്ത് വെച്ചേക്കണം. എന്തൊരു ഫൈറ്റ് എണ്ണ. പിന്നെ സിനിമയിൽ മറ്റേ കാത്തു നിന്ന് അടി മേടിക്കണ ഗുണ്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ നമുക്ക് കണ്ടാലും പിന്നെ അത് അതിങ്ങനെ അയ്യോ എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു സാധനം കൊണ്ട് പടത്തിന് നമ്മൾ അങ്ങോട്ട് ഇന്നാക്കും. വേറൊരു സാധനം ഉണ്ണിമുഖം ചെയ്യുമ്പോഴേ ഭയങ്കര രസമാണ്. സിദ്ദിഖിക്കാർ ഒരു പരിപാടിയുണ്ട്, ഒരു ബാറ്റ്മാൻ പരിപാടി, അത് കിടിലുമാണ്. അതായത് ബാറ്റ്മാൻ നിഞ്ച അസാസിൻ പരിപാടി ഒരു സാധനമുണ്ട്, അത് കിടിലുമാണ്. ഞാൻ പറയാം, ഒരു രസമുണ്ട് ഈ പടം. സിനിമാറ്റോഗ്രാഫി ചന്ദ്രു സെൽവരാജ് ഗംഭീരം കേട്ടോ, സൂപ്പർ വർക്ക് ബ്രോ. എഡിറ്റ് ഷമീർ മുഹമ്മദ് പൊളിച്ച്, വേറെ ലെവല്. സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആരാണ്? സൗണ്ട് ആനന്ദ് AK, M കാർത്തികേയൻ, ശരത് കുമാർ മാരിപ്പൻ,
കൃഷ്ണൻ മോഹൻ എന്ന് പറയുന്ന ഡോൾബി അറ്റ്മോസ് മിക്സ് ചെയ്തിരിക്കുന്ന സപ്താസ് റെക്കോർഡ്സ് ആണ്. ഗംഭീരം കേട്ടോ, ഒരു രക്ഷയില്ല. ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ കീടു, എസ്പെഷ്യലി സ്റ്റാണ്ട് വേറെ ലെവലായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പക്ക ഫൈറ്റ് പടം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഗംഭീരമാണ്. പിന്നെ ക്ലൈമാക്സിൻ്റെ ഒക്കെ അവിടെ വരുമ്പോൾ അത് നമുക്കൊരു സ്പോയിൽ പരിപാടിയിൽ പിടിക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഡയറക്ഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പരിപാടിയാണ്. ബട്ട് ആസ് എ ഹോൾ എന്താണ് സിനിമ പറഞ്ഞു വെച്ചത് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന് ഒരു വലിയ സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. എന്തൊരു എഫേർട്ടാണ് എടുത്തേക്കണം ഈ പടത്തിന്. ഹാറ്റ്സ് ഓഫ്. എനിക്ക് വേറെ ഒന്നും പറയല്ലേ. ഐ വാസ് ലൈക്ക് ലിറ്ററലി ലുക്കിംഗ് അറ്റ് ഹിം. ഐ വാസ് ലൈക്ക് ബ്രോ ഇതെങ്ങനെ ഫിസിക്കലി ഹൗ ദ ഹെൽ ഡിഡ് ഹി പുൾ ദിസ് ഓഫ്? കീടു ബ്രോ, കീടു, ഒന്നും പറയാനില്ല. മാർക്കോ ഈസ് ഡെഫിനറ്റ്ലി എ ഫൺ വാച്ച്. ഞാൻ മറ്റേ അഡ്രിനൽ റഷിലായിരുന്നു. ആടി വേറെ ലെവലായിരുന്നു. അവസാനമൊക്കെ മറ്റവനൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു. റൈഫിൾ ക്ലബ്ബും കിടിലം, ഇതും കിടിലം. ഇനിയിപ്പോൾ ED കാണാൻ നമ്മൾ എക്സ്ട്രാ ഡീസൻറ്റ്. അത് കഴിഞ്ഞ് ബാരോഷ് അതൊരു കൊച്ചുകുട്ടികളെ പിള്ളേരാണ്. അതാണ് പറഞ്ഞത്. പിള്ളേരെയൊക്കെ ബാരോസിന് പറഞ്ഞു വിട്ടിട്ട് പാരൻസിന് കാണണമെങ്കിൽ പോയി കാണുക. സോ വൺസ് അഗൈൻ ഐ എം ടെല്ലിങ് യു, ഇറ്റ്സ് എ വെരി ബ്രൂട്ടൽ മൂവി ആൻഡ് ലവ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ ഫൺ പടം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി വന്ന് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. സോ ദാറ്റ് പീപ്പിൾ ക്യാൻ റീഡ് ദാറ്റ് ഓൾസോ. കഴിഞ്ഞ പടത്തിൻ്റെ എന്തെങ്കിലും ഞാൻ സത്യമായിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ പടമായിട്ട് ഈ പടത്തിനെ കമ്പയർ ചെയ്തത്, അതായത് മിഖായലുമായിട്ട് ഈ സിനിമയെ കമ്പയർ ചെയ്തത്, ഇതേതോ പാരലൽ വേൾഡിൽ നടക്കുന്ന മാർക്കോയും ഫാമിലിയാണ്. അല്ലാതെ അതുമായിട്ട് ഇത് ഒരു ബന്ധമില്ല. ബിക്കോസ് മറ്റേതിൽ ഉണ്ണി മുകുന്ദൻ ഒന്നുമല്ല, ഉണ്ണിമുകുന്ദന് ഒന്നുമില്ല. പക്ഷെ ഇത് വേറെ ആരോ. പിന്നെ എനിക്കെടുത്ത് പറയുന്നത് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു സാധനം. എൻ്റെ പൊന്നു മാർക്കോ ടീമേ, പ്ലീസ് ഇത് കാലി പിടിക്കുക ചെയ്യരുത്. ഒരു പടം സെറ്റായിട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, മതി. ഇനി സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്തിനടേ സെക്കൻഡ് പാർട്ട്? ഈ സെക്കൻഡ് പാർട്ട് ഒന്ന് നിർത്തൂ പ്ലീസ്. ഇത് സെക്കൻഡ് പാർട്ട് എന്തൊരു പറഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ട്